നമസ്കാരം. നമുക്കിന്ന് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ദ സോവർ എന്ന ചാപ്റ്റർ ഒന്ന് നോക്കാം. സോവർ എന്ന് പറഞ്ഞാൽ വിതയ്ക്കുന്ന ആൾ, വിത്ത് വിതയ്ക്കുന്ന ആൾ എന്നാണ്. അപ്പോൾ കൃഷിക്കാരനെ പറ്റിയാണ്, ഒരു കർഷകനെ പറ്റിയാണ് ഇതിൽ ഇപ്പം നമ്മുടെ വിക്ടർ ഹ്യൂഗോ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു പോയമാണ്. വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. ഒന്ന് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു മീനിങ് നോക്കാം. ഇതിൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, ഇതിലെല്ലാം ഓരോ വേർഡിൻ്റെയും മീനിങ് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്, ഓരോ സെൻറ്റൻസിൻ്റെയും മീനിങ് വെച്ചിട്ടാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനൊക്കെ വളരെയധികം ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു 4-5 ലൈനൊക്കെ തന്നിട്ട് അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ചാപ്റ്റർ നമുക്കൊന്ന് നോക്കാം. സിറ്റിംഗ് ഇൻ എ പോസ്റ്റ് വേ കൂൾ ഫേസ് ദ റെഡി സൺലൈറ്റ് ഫാസ്റ്റ് to late hastens on to rule working hours are well nigh past. സിറ്റിംഗ് ഇൻ എ പോർച്ച് വേ കൂൾ. എന്താണ് പോർച്ച് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ പോയിറ്റ് തന്നെയാണ് പറയുന്നത്. പോയിറ്റ് തന്നെ ഒരിടത്ത് ഇരിക്കുകയാണ്. എവിടെയായിരിക്കുന്ന പോർച്ച് വേ, അല്ലെങ്കിൽ പോർച്ച് വേ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോർച്ച് അല്ലെങ്കിൽ പൂമുഖം എന്ന് പറയത്തില്ലേ, വീടിൻ്റെ സിറ്റ് ഔട്ട് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്, പോർച്ച് വേയിൽ ഇരിക്കുകയാണ്. അപ്പോഴോ ഫേസ് ദ റെഡി സൺലൈറ്റ് ഫാസ്റ്റ്. റെഡി സൺലൈറ്റ് മീൻസ് ചുവന്ന അല്ലെങ്കിൽ വൈകുന്നേരമുള്ള ആ സൂര്യപ്രകാശം പെട്ടെന്ന് തന്നെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരമുള്ള സൂര്യപ്രകാശം അങ്ങനെ സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യൻ അങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ടു ലൈറ്റ് ഹാസ്റ്റൻസ് ഓൺ ടു റൂൾ വർക്കിംഗ് അവേഴ്സ് ആർ വെൽ നൈ പാസ്. ടു ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസ്തമയത്തിന് ശേഷം സൂര്യൻ അങ്ങ് അസ്തമിച്ചു, ബാക്കി അത് കഴിഞ്ഞിട്ടൊരു ചെറിയ വെളിച്ചം ഉണ്ടാവുമല്ലോ. ആ വെളിച്ചവും പോകാൻ വേണ്ടി അങ്ങനെ ധൃതി കൂട്ടി അങ്ങനെ നിൽക്കുകയാണ്. ടു ലൈറ്റ് മീൻസ് ആ മങ്ങിയ വെളിച്ചം. ഹാസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു തിടുക്കപ്പെടുക അല്ലെങ്കിൽ ധൃതി പിടിക്കുക. വർക്കിംഗ് അവേഴ്സ് ആർ വെൽ നൈ പാസ്റ്റ്. വർക്കിംഗ് അവേഴ്സ് എല്ലാം ഏറെക്കുറെ കഴിഞ്ഞിരിക്കുന്നു. നൈ മീൻസ് ഏറെക്കുറെ, ഓൾമോസ്റ്റ് എന്നാണ് അർത്ഥം. അതായത് ജോലി സമയമൊക്കെ കഴിഞ്ഞു, എല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് ജോലി സമയം കഴിഞ്ഞ് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ കവി അങ്ങനെ ഒരു പോർച്ച് വേയിൽ ഇരിക്കുമ്പോൾ വൈകുന്നേര സമയമാണ്, എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ആ സമയമാണ്. അപ്പോഴോ ഷാഡോസ് ഷൂട്ട് അക്രോസ് ദ ലാൻഡ്സ് ബട്ട് വൺ സോവർ ലിംഗേഴ്സ് സ്റ്റിൽ ഓൾഡ് ഇൻ ഡ്രാഗ്സ് ഹി പേഷ്യൻറ്റ് സ്റ്റാൻഡ്സ് ലുക്കിംഗ് ഓൺ ഐ ഫീൽ എ ത്രിൽ. എന്താ ഷാഡോസ് ഷൂട്ട് അക്രോസ് ദ ലാൻഡ്. ഷാഡോസ് എന്ന് പറഞ്ഞാൽ നിഴലുകളൊക്കെ വന്നു തുടങ്ങി. രാത്രി ആയിക്കഴിഞ്ഞാൽ, സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിഴലുകളുടെയൊക്കെ അവരവാണല്ലേ, നിഴലുകളൊക്കെ അങ്ങനെ വന്നു തുടങ്ങി. ബട്ട് വൺ സോവർ ലിംഗേഴ്സ് സ്റ്റിൽ. പക്ഷേ ഒരു വിതക്കാരൻ അല്ലെങ്കിൽ ഒരു വിത്ത് വിതയ്ക്കുന്ന ആള് അവിടെ തന്നെ തങ്ങുന്നു, അവിടെ തന്നെ നിൽക്കുകയാണ്. ലിംഗേഴ്സ് മീൻസ് തങ്ങുക, അവിടെ നിൽക്കുക. ഓൾഡ് ഇൻ റാഗ്സ് ഹി പേഷ്യൻറ്റ് സ്റ്റാൻഡ്സ്. എന്താണ്, കുറച്ച് പ്രായം ചെന്ന ഒരാളാണ്, കുറച്ച് വയസ്സായിട്ടുള്ള പ്രായം ചെന്ന ഒരാളാണ്. അയാൾ അവിടെ തന്നെ വളരെ പേഷ്യൻ്റ് മീൻസ് എന്താണ്, ക്ഷമയോടുകൂടി അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ലുക്കിംഗ് ഓൺ ഐ ഫീൽ എ ത്രിൽ. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു ത്രിൽ തോന്നി, എനിക്കൊരു രസം തോന്നി. അത് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഐ ഫീൽ എ ത്രിൽ, ഒരു ത്രിൽ തോന്നി. ബ്ലാക്ക് ആൻഡ് ഹൈ ഹിസ് സിലോട്ട് ഡൊമിനേറ്റ്സ് ദ ഫറോസ് ഡീപ്പ്. Now to sow the task is set, soon shall come a time to reap. ബ്ലാക്ക് ആൻഡ് ഹൈ ഹിസ് സിലോട്ട്. അയാളുടെ നിഴൽ രൂപം, സിലോട്ട് എന്ന് പറഞ്ഞാൽ നിഴൽ രൂപമാണ്. അയാളുടെ നിഴൽ രൂപം ബ്ലാക്ക് ആൻഡ് ഹൈ, നല്ല കറുത്ത നീളത്തിൽ. വൈകുന്നേരത്തെ നിഴൽ നമുക്കറിയാം അല്ലേ, നീളത്തിലുള്ളതാണല്ലേ. അപ്പോൾ ആ നീളത്തിലുള്ള നിഴൽ രൂപമാണ്. ഡൊമിനേറ്റ്സ് ദ ഫറോസ് ഡീപ്പ്. ഫറോ മീൻസ് ആ ഉഴവ് ചാല്, നമ്മുടെ വയലുകളിലെ ഉഴവ് ചാലുണ്ടല്ലോ, ആ ചാലുകളെയൊക്കെ ഡൊമിനേറ്റ് മീൻ ആധിപത്യം സ്ഥാപിക്കുക എന്നാണ്. ഡൊമിനേറ്റ് ആധിപത്യം സ്ഥാപിക്കുക. അങ്ങനെ ആ ഉഴവുചാലുകളിലൊക്കെ നിറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. നൗ ടു സോ ദ ടാസ്ക് ഈസ് സെറ്റ്, സൂൺ ഷോൾ കം ടു ടൈം ടു റീപ്പ്. ഇപ്പോൾ അത് വിതയ്ക്കാനുള്ള സമയമാണ്, ഉടനെ തന്നെ അത് റീപ്പ് ചെയ്യാനുള്ള ടൈം എത്തിച്ചേരും. മാർച്ചസ് ഹീ ലോങ് ദ പ്ലെയിൻ. അയാൾ ആ പ്ലെയിനിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ മാർച്ച് ചെയ്യുകയാണ്. ടു ആൻഡ് ഫ്രോ, മുന്നോട്ടും പുറകോട്ടും അങ്ങനെ മാർച്ച് നടക്കുകയാണ്. ആൻഡ് സ്കാറ്റേഴ്സ് വൈഡ്. എന്നിട്ട് ഈ വിത്തുകൾ വാരി വിതറുകയാണ്. സ്കാറ്റേഴ്സ് വിതറുകയാണ്. ഫ്രം ഹിസ് ഹാൻഡ്സ് ദ പ്രഷ്യസ് ഗ്രെയിൻ മുടി ഐ ടു സീ ഹിം സ്ട്രൈഡ്. എങ്ങനെയാണ് അയാളുടെ കൈകളിൽ നിന്ന് പ്രഷ്യസ് വിലപിടിപ്പുള്ള ഗ്രെയിൻസ്, ധാന്യങ്ങൾ എങ്ങനെ വിതറിക്കൊണ്ടിരിക്കുകയാണ്. മൂടി മ്ലാനമായിട്ട് ഐ ടു സീ ഹിം സ്ട്രൈഡ്. അയാൾ വളരെ മ്ലാനമായിട്ട് ഇങ്ങനെ ഞാൻ കാണുന്നു. അയാൾ ഇങ്ങനെ നീണ്ട് നിവർന്ന് അങ്ങനെ നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ വയലിലൂടെ വിത്തും വിതറിക്കൊണ്ട്. ഈ വൈകുന്നേര സമയത്ത് എല്ലാവരും ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ആ സോവർ മാത്രം, ആ ഒരു വിത്ത് വിതയ്ക്കുന്ന ആൾ മാത്രം അവിടെ അങ്ങനെ നടക്കുകയാണ്. ഡാർക്ക്നെസ് ഡീപ്പൻസ്. ഇരുട്ട് പരന്നു, ഇരുട്ടിൻ്റെ അളവ് കൂടി. ഗോൺ ദ ലൈറ്റ് പോയി, വെളിച്ചമെല്ലാം പോയി. നേരത്തെ ഉണ്ടായിരുന്ന പ്രകാശം പോലും ഇപ്പോൾ ഇല്ല. നൗ ഹിസ് ഗസ്റ്റേഴ്സ് ടു മൈൻ ഐസ്
അപ്പോൾ അയാളുടെ ആ രൂപം എൻ്റെ കണ്ണുകളിലേക്ക് പതിഞ്ഞു. അയാളുടെ രൂപം മീൻസ് ഗസ്റ്റർ മീൻസ് എന്താണ് ആംഗ്യമാണ്. അപ്പോൾ അയാളുടെ ആംഗ്യങ്ങളും അല്ലെങ്കിൽ രൂപവും ആ കൈയുടെ ചലനവും എല്ലാം എൻ്റെ മനസ്സിൽ അങ്ങനെ എൻ്റെ കണ്ണുകളിൽ പതിഞ്ഞു. ആർ ഓഗസ്റ്റ് ആൻഡ് സ്ട്രേഞ്ച് ഹിസ് ഹൈറ്റ് സീംസ് ടു ടച്ച് ദ സ്റ്റാറി സ്കൈസ്. ഓഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മീനിങ് കുലീനമായിട്ടുള്ളതും സ്ട്രേഞ്ച് ആയിട്ടുള്ളതുമായ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് നീണ്ട് അദ്ദേഹത്തിൻ്റെ നിഴൽ രൂപം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രൂപം നീണ്ട് അങ്ങ് ആകാശം തൊടുന്നതായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ ഉയരം അത്രയും കൂടുന്നതായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, അപ്പോൾ ഇതാണ് സൂര്യാസ്തമനത്തിന് ശേഷവും ആ കഠിനാധ്വാനിയായിട്ടുള്ള കർഷകൻ വളരെ താല്പര്യത്തോടു കൂടി തൻ്റെ ജോലി ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവും എല്ലാം കൃഷിസ്ഥലം വിട്ടുപോകാൻ വേണ്ടി മടിക്കുകയാണ്. അയാൾക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നില്ല. ഒരു നല്ല വിളവെടുപ്പ് സ്വപ്നം കണ്ടുകൊണ്ട് ആ വിലയേറിയ വിത്തുകൾ പാടത്ത് വാരി വിതറിക്കൊണ്ട് നിൽക്കുന്ന ആ സോവറിനെ പറ്റിയാണ് നമ്മുടെ ഈ പോയത്തിൽ പറയുന്നത്. വിക്ടർ ഹ്യൂഗോ പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു പോയമാണല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നും കൂടെ ഒന്ന് വായിച്ചു തരാൻ നോക്കുക. സിറ്റിംഗ് ഇൻ ദ പോർച്ച്വേ കൂൾ fades the ruddy sunlight fast, till it hastens on to rule, working hours are well nigh past. Shadows shoot across the lands, but one sower lingers still, old in rags, he patient stands, looking on, I feel a thrill. Black and high his lord dominates the furrows deep, now to sow the task is set, soon shall come a time to reap. Marches he along the plain, to and fro, and scatters wide from his hands the precious grain, moody eye to see him stride. Darkness deepens, gone the light, now his gestures to mine eyes are august and strange, his height seems to touch the starry skies. ആകാശം മുട്ടെ നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആകാശത്തോളം അദ്ദേഹം ഉയരം വയ്ക്കുന്നതായി എനിക്ക് തോന്നി. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കവിതയല്ലേ. ഇതിൻ്റെ ഓരോ വേർഡിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. ഇനി വേർഡ് മീനിങ് മാത്രമായിട്ട് വേണമെങ്കിൽ ഒന്ന് എഴുതിക്കോളൂ. ലിങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങുക അല്ലെങ്കിൽ വൈകുക എന്നൊക്കെയാണ് അർത്ഥം. പോർച്ച്വേ നമുക്കറിയാം വീടിൻ്റെ പൂമുഖമാണ് അല്ലെങ്കിൽ സിറ്റ് ഔട്ടാണ്. റെഡി സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ ചുവന്ന നിറമുള്ള സൂര്യപ്രകാശം എന്നാണ് അർത്ഥം. ഹേസ്റ്റൺ എന്ന് പറഞ്ഞാൽ ധൃതി കൂട്ടുക അല്ലെങ്കിൽ തിടുക്കപ്പെടുക എന്നൊക്കെയാണ് അർത്ഥം. ഡോമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആധിപത്യം സ്ഥാപിക്കുക എന്നാണ്. സിലോട്ട് നിഴൽ രൂപം. ഓക്കെ, സ്കാറ്റർ എന്ന് പറഞ്ഞാൽ വിതറുക, ചിതറുക എന്നൊക്കെ അർത്ഥം. സ്ട്രൈഡ് നീണ്ട ചുവട് വെച്ച് അങ്ങനെ നടക്കുക, കാലുകൾ നീട്ടി വലിച്ചു വെച്ച് നടക്കുക എന്നുള്ളതാണ്. ഗസ്റ്റർ എന്ന് പറഞ്ഞാൽ ആംഗ്യം, ചേഷ്ട എന്നൊക്കെയാണ് അർത്ഥം. ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗാംഭീര്യമുള്ള, കുലീനത്വമുള്ള എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിന് വളരെ എളുപ്പമാണല്ലോ. നിങ്ങളൊന്നും കൂടെ അത് വായിച്ചു നോക്കുക. വായിച്ചിട്ട് വീണ്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കേട്ട് നോക്കുക. കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്